എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ വീഡിയോ കണ്ടോളൂ. നിങ്ങൾക്ക് ഞാൻ പറയാം, നിങ്ങൾക്ക് ലൈവായിട്ട് ഇങ്ങനെ വിട്ടുതരും. ഞാനിപ്പോൾ പുതിയ വേറെ ഫോം മേടിക്കുന്നുണ്ട്. ഇന്ന് 26-ാം തീയതി ഇന്നലെ മേടിക്കാൻ വിചാരിച്ചാണ്. ഏകദേശം 30,000-40,000 രൂപ വില ഉണ്ട്. എൻ്റെ അടുത്ത് പൈസ ഇല്ല. കാരണം ആൾക്കാർ പലരും ഇതിനുണ്ട് കമൻറ്റിൽ എൻ്റെ ക്യാമറ അത്ര കണ്ട് ക്ലിയർ പോരാണ്. എൻ്റെ ഈ മൊബൈലിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയ കാരണം യൂട്യൂബിൽ നിങ്ങൾ വിചാരിക്കാൻ കേട്ടോ പൈസക്ക് വേണ്ടി കാട്ടിക്കൂട്ടുമെന്നൊന്നും വിചാരിക്കല്ലേ. കാരണം ഞാൻ ഇത്രയും കൊല്ലമായിട്ട് യൂട്യൂബിലേക്ക് വരാത്ത ആളാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ സുഖമില്ലാത്ത രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ പുത്തമ്പള്ളിക്ക് ഒരുപാട് മാസം അഡ്മിറ്റായ ഒരാളാണ് ചെറുപ്പത്തിൽ. അതിന് ശേഷം ഇവിടെ അമല ഹോസ്പിറ്റലിൽ കരണ്ട് ഷോക്ക് അടിപ്പിച്ചിന്നെ. കാരണം സമനില തെറ്റിയിട്ട്. അതിൻ്റെ ഇടയിൽ KM ഹോസ്പിറ്റലിൽ ഇല്ല, ഇവിടെ നാട്ടിൽ കുറ്റിപ്പുറം CH സെൻറ്ററിൽ എൻ്റെ കൗൺസിലിംഗ് നടത്തി. എന്നിട്ടും ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളടുത്ത് കൊണ്ടുപോയി, മൊയിലേരന്മാരുടെ അടുത്ത് പോയി, പണിക്കരടുത്ത് പോയി, പലതും ചെയ്തു നോക്കി. അപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ ഓൻ്റെ ശരീരത്തേക്ക് എന്തോ സംഭവം കടന്നു വരുന്നതാണ്, അല്ലാതെ കുട്ടിക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ അതിനെപ്പറ്റി ബേജാറാവണ്ട. ഞാൻ സമനില തെറ്റിച്ചൊക്കെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക. പക്ഷെ ഒരാളെ മേത്തേക്ക് അടിക്കുക. അത് ഞാൻ അങ്ങനെ ആ സമയത്തൊക്കെ ഞാൻ അങ്ങനെ എന്താ ഇങ്ങോട്ട് പറയാം. ഇത് കേൾക്കുമ്പോൾ പിന്നെ നിങ്ങൾ കളിയാക്കിക്കോളി. ഞാൻ ഉള്ളതാണ് പറയാം. എൻ്റെ ജീവിതം അങ്ങനെയാണ്. ചെറുപ്പം മുതൽ ഞാൻ അങ്ങനെ ആയി വന്നു. റോട്ടുമ്മ കിടന്നിട്ട് പേടിച്ചിട്ട് മാനസിക രോഗിയായതാണ്. കാരണം ഉമ്മ അവിടെയും ഇപ്പോൾ ഇവിടെ കൊടുന്നാക്കിയിട്ട് ഇപ്പം ബോംബെക്കാണ്ട് നാട്ടിക്കാണ്ട് പോയി. അങ്ങനെ റോട്ടുമ്മ കിടന്നിട്ട് ഇതൊക്കെയാണ് ഇതൊക്കെ തീട്ട വെള്ളം നോക്കാൻ. നമ്മൾ എങ്ങനെ ജീൻസ് പാൻറ്റ് ഇട്ട് നടന്നാലും നല്ല വൃത്തിയിൽ നടന്നാലും ഇതേമാതിരി ഒരു വർഷത്തിൽ ഒരു കൊല്ലത്തിൽ ഇങ്ങനെ സംഭവം കടന്നു വരും. അപ്പോൾ നമ്മൾ എത്ര നല്ല ഇൻസൈഡ് ചെയ്ത ആൾക്കാരും ഈ വെള്ളത്തിൽ കൂടെ കടന്ന് പോയേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതാവും ഒരു തെറ്റാൽ അത് ആ ബൈക്കായിട്ട് വരുന്നു. എന്നാൽ ഓൻ ചിന്തിക്കണ്ടേ. കാരണം ഒരുപാട് ആൾക്കാർ നടന്നു പോകണ്ടേ. ഞാനൊന്ന് പന്തിയായിട്ട് പതുക്കെ പോട്ടെന്ന്. അപ്പോൾ ഓനായിട്ട് തെറിപ്പിക്കും. അപ്പോൾ ജീൻസും പാൻറ്റും ഇട്ട് നടക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ജീൻസും പാൻറ്റും ഇട്ട് നടന്നാൽ ടൗണിൽ അങ്ങോട്ട് ആ നായി പ്രാന്തളിക്കിട്ടാണ് പോകണത്. പിന്നെ കാലുമൊക്കെ ഇങ്ങോട്ടാണ് തീട്ടവെള്ളം തരും. ഞാൻ ഇവിടുന്ന് എങ്ങനെ ഇവിടുന്ന് കഴിച്ചാൽ ഒരു മാർഗ്ഗമില്ല. കാരണം എന്ന് വെച്ചാൽ എവിടേക്കാണ് ഓടുക ഒക്കെ വെള്ളത്തിലിട്ട് കളിക്കുക. കുറച്ചോനെ അങ്ങോട്ട് അങ്ങനെ എൻ്റെ പാൻറ്റിൻ്റെ മുകളിൽ ആ വെള്ളം തെറിച്ച്. ഇനിയിപ്പോൾ നിസ്കരിച്ചാൽ ശരിയാവുമോ? ഇപ്പോൾ ആ പാൻറ്റ് മാറ്റേണ്ടി വരും. നിങ്ങൾ കേട്ടില്ലേ, ജീൻസും പാൻറ്റും ഇട്ട് നടന്നാൽ ടൗണിൽ ചെത്തി നടക്കാം. ആ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാം. എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാവും കുരങ്ങയുടെ കോലത്തിൽ തെങ്ങുമ്പോൾ കയറുന്നത്. അപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് മാറിക്കും. പക്ഷെ നിങ്ങളൊക്കെ ഞങ്ങളെ അടുത്തേക്ക് എപ്പോഴാണ് വരുന്നതെന്നറിയോ? ഇതേമാതിരി ഒരു വർഷത്തിൽ ഒരു പെയ്ത് ഇറങ്ങുന്ന മഴയിൽ അങ്ങനെ ഭൂമിയിലൊക്കെ അങ്ങനെ വെള്ളം കണ്ട് കെട്ടി നിൽക്കുമ്പോണ്ടല്ലോ, അപ്പോഴാണ് നിങ്ങളൊക്കെ ഞങ്ങളൊന്ന് വിളിക്കുക. നിന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാവും പാവപ്പെട്ടവർ. അവരോട് നിങ്ങളൊക്കെ വലിയ ആൾക്കാരൊക്കെ ഞങ്ങളോട് വരെ ഒന്ന് അഭയം തേടും. ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തി തരുമോ, ഞങ്ങൾ വളരെ പ്രയാസത്തിൽ പെട്ടുകിടക്കുകയാണ്. കാരണം നിങ്ങളൊക്കെ പണക്കാരാണ്. അപ്പോൾ ഞങ്ങളെ പടച്ചോനെ അതാണ് എല്ലാവരും പടച്ചോൻ എന്താണ് പണക്കാരാക്കാതെ ചെയ്യും. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പടച്ചോനെ എല്ലാവരും ഒരുപോലെ ആക്കാത്തതിൻ്റെ കാരണം പലതും ഉണ്ട്. പക്ഷേ എന്താണ്, കോടികൾ ഉണ്ടാക്കി വെച്ചവർ അവരവിടെ സ്വർഗം കാണുമ്പോൾ ഇന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യും, ഈ നരകത്തിലേക്ക് സ്വർഗം കിട്ടാതാകുമ്പോൾ അപ്പോൾ ഓരോ തെറ്റുകൾ ചെയ്യാൻ പൈസക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ പ്രയാസപ്പെട്ട് വരുമ്പോൾ നമ്മൾ അവരെ സഹായിക്കണം. കാരണം വെച്ചാൽ നമ്മൾ പണം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ ഇല്ലാതെ തിന്നാൻ കൊടുത്താൽ നമ്മളെ കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോകണം ഓരോരുത്തർ. കാരണം എന്താണ്, ആ തട്ടിക്കൊണ്ട് ആ മനുഷ്യൻ പണത്തിന് വേണ്ടി എല്ലാം ചെയ്തു വിട്ടുകയാണ്. അപ്പോൾ പണം ഉണ്ടാക്കിയവനോ അതിങ്ങനെ ബാങ്കിലെടുത്ത് വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരും ഇല്ലാത്തവനെന്ത് ചെയ്യും, ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ കണ്ട് കൊല്ലിൽ തുടങ്ങും. അതാണ് ഈ നടക്കുന്നതൊക്കെ. അപ്പോൾ ഉള്ളവരൊക്കെ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ ഒന്ന് ആൾക്കാരെ പാവപ്പെട്ടവരൊക്കെ ഒന്ന് സഹായിക്കുകയും അപ്പോൾ അവർക്ക് നല്ല നല്ല അറിവുകൾ പകർത്തി കൊടുക്കും. ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. പക്ഷേ നീ ഓരോ ജീവൻ കൊണ്ടുപോകുമ്പോൾ നീയും നാളെ പടച്ചോടത്തേക്ക് പോകേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അറിയാത്തവനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഓൻ അതിൽ നിന്ന് മാറിക്കും. പക്ഷെ ഓനിക്ക് പണം വേണോ കണ്ടമാനോ, ഓനക്ക് നിങ്ങളെ പോലെ ഒന്ന് സ്വർഗം കാട്ടി ജീവിക്കാൻ ആഗ്രഹിക്കണം. അപ്പോഴാണ് നമ്മളെ അടുത്തൊക്കെ ആയുധമായി രാത്രി കടന്നു വരുന്ന ഓരോരുത്തർ. അതിൻ്റെയൊക്കെ പിന്നീട് ഒരുപാട് ചരിത്രങ്ങളുടെ കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ഓരോരുത്തർ കൊല്ലുന്നതിൻ്റെ കാര്യം എന്താണ്, ഇല്ലാത്തവൻ പാവപ്പെട്ടവനാണ്. എന്തായാലും ഇൻഷാല്ലാഹ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടുക. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കൂടെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ കൊണ്ടൊക്കെയാണ് ആകെ ഇനിയിപ്പോൾ ഞാൻ പാൻറ്റ് മാറ്റാൻ പോവുക. ഞാനതാണിപ്പോൾ ഒന്ന് എല്ലാവരും കണ്ട് അവിടെ മഴ പെയ്ത കാരണം എല്ലാവരും കാണാൻ പറ്റും. ഇതിൻ്റെ പള്ളിയാട്ടാ, ഞാൻ നിസ്കരിക്കാൻ പോണ പള്ളിയാണ്. ഇവിടെ എൻ്റെ പള്ളികളെ ഉസ്താദ് ലത്തീഫ് ഉസ്താദ് എൻ്റെ ഒരു മനുഷ്യനാണ്. ഇതാണ് ഓക്കെ. ഇവിടെ കൂടെ നിർത്തുകയാണ്.
ഇന്ന് 26 നല്ല മഴയാണ് ബോംബെയിൽ.